പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള നോവൽ സാഹിത്യത്തിന് ഒരുപാട് വഴിത്തിരിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മനോഹരമായ വ്യത്യസ്തമായ രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2024 പുറത്തിറങ്ങിയ ഏറ്റവും മനോഹരമായ ഒരു നോവൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. PV ഷാജികുമാറിന്റെ മരണവംശം. വളരെ വളരെ മനോഹരമായ നോവലാണിത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നതല്ല, വളരെയധികം വായിക്കാൻ സുഖമുള്ള വളരെയധികം വ്യത്യസ്തതയുള്ള നോവലാണിത്. മരണവംശം. PV ഷാജികുമാർ മലയാളിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. ഒരുപാട് കഥകളിലൂടെ, ഒരുപാട് സിനിമാ തിരക്കഥകളിലൂടെ മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം PV ഷാജികുമാർ. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണിത്, മരണവംശം. ആ നോവലിന് വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യം ഇതുവരെ കാണാത്ത എഴുത്ത് ശൈലിയും തനതായ രീതിയിലുള്ള ആഖ്യാനവും ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. വടക്കൻ മലബാറിലെ ഏർക്കാന എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരുപിടി ആളുകൾ തലമുറകളായി ജീവിച്ചു വരുന്ന ആളുകളുടെ പകയുടെ, ക്രോധത്തിന്റെ, മരണത്തിന്റെ, ജീവിതത്തോടുള്ള ഉന്മാദത്തിന്റെ ഒക്കെ കഥയാണ് ഈ നോവൽ നമ്മോട് പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് തലമുറകളെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നോവലിന്റെ തുടക്കത്തിൽ ഒരു വംശാവലി തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആ വംശാവലിയിലൂടെ അവിടെ നടക്കുന്ന ഏറ്റവും പ്രാകൃതമായ, പ്രകൃതിയുടെ ഏറ്റവും തനതായ പ്രാകൃത രൂപത്തിലേക്ക്, മനുഷ്യന്റെ ആസക്തികളിലേക്ക്, ഒരുപക്ഷെ കാമമാവാം, കാമമെന്ന ആസക്തി, വിശപ്പെന്ന ആസക്തി, ഇഷ്ടമെന്ന ആസക്തി, ധനമെന്ന ആസക്തി, അങ്ങനെ ആസക്തികൾ നിറഞ്ഞ ഈ ലോകത്തിന്റെ യഥാർത്ഥ മുഖം ഏറ്റവും പ്രാകൃതവും പ്രകൃതിക്ക് യോജിച്ചതുമായ വിധത്തിൽ അവതരിപ്പിക്കുന്ന നോവലാണ് മരണവംശം. ഒരു കാലഘട്ടത്തിന്റെ ഭാഷയും അവിടുത്തെ ആചാരങ്ങളും പ്രത്യേകിച്ച് പൂരക്കളിയും നിറഞ്ഞു നിൽക്കുന്ന നോവലാണിത്. ഇതിന്റെ തുടക്കത്തിൽ എഴുത്തുകാരൻ പറയുന്നത് പോലെ, ദൈവം കൊന്നുകളഞ്ഞ കാമത്തെ തിരിച്ചു വിളിച്ച ഓർമ്മയാണ് ഞങ്ങൾക്ക് പൂരം. പൂരക്കളി, പൂരത്തിന്റെ കളിയും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. ആസക്തിയിൽ നിന്നുണ്ടായ 18 നിറങ്ങൾ. ഓരോ അധ്യായത്തിനുമിടയ്ക്ക് ഓരോ പാരഗ്രാഫിന്റെ മുകളിൽ തലക്കെട്ടുകളുണ്ട്. അത് ഈ നോവലിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓരോ തലക്കെട്ടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അദ്ദേഹം കൊടുത്തിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ രചന രീതി, ആഖ്യാന ശൈലി കൊണ്ട് മലയാള നോവൽ ചരിത്രത്തിന് വേർതിരിവ് സൃഷ്ടിക്കാൻ മരണവംശത്തിന് സാധിച്ചുവെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുകയാണ്. ഈ നോവൽ പറയുന്നത് തലമുറകളുടെ കഥയാണ്. കുറേയധികം കഥാപാത്രങ്ങൾ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് പുറമെ കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും തനതായ സ്ഥാനം കൊടുക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അവിടെ പ്രകൃതി സംസാരിക്കുന്നുണ്ട്, മരങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷികൾ സംസാരിക്കുന്നുണ്ട്, മനുഷ്യർ സൃഷ്ടിക്കുന്ന ദൈവങ്ങൾ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, തനിക്കൊന്നും കഴിയുന്നില്ലെന്നോർത്ത് പരിതപിക്കുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയെ എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഏകലോക ഭാവത്തെ വെളിപ്പെടുത്താൻ ഈ നോവലിന് സാധിക്കുന്നുണ്ട്. പഴയ കാലത്ത് തുടങ്ങുന്ന നോവലാണെങ്കിലും ഈ പുതിയ കാലം വരെയുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് വളരെ ലളിതമായി സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന സൂത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ് താനും. ഈ നോവലിന്റെ തുടക്കത്തിൽ വംശാവലി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞന്മാരും കൊട്ടലിനും ഒക്കെ തുടങ്ങി ഭാസ്കരനിലും ചന്ദ്രനിലും ഒക്കെ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട തലമുറകൾ. കോമൻ നായർ എന്ന വില്ലൻ കഥാപാത്രം ഏറെ തിളങ്ങി നിൽക്കുന്നു. അഭിനവ കാലത്തിന്റെ അടിച്ചമർത്തലിന്റെ പ്രതീകമായി നിൽക്കുന്ന, ഏകാധിപത്യത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന കോമൻ നായർ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ചന്ദ്രനും ഭാസ്കരനും ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ പ്രതീകമാണ്. അങ്ങനെ അവരുടെ ഇടയിലെ ആസക്തികളുടെ, അതാണ് തീർച്ചയായും പറയേണ്ടത്, ആസക്തികളുടെ, മനുഷ്യന്റെ വികാരങ്ങളുടെ ഏറ്റവും മൂർത്തമായ വന്യമായ ഭാവത്തെ വന്യമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഈ നോവലിന് സാധിക്കുന്നുണ്ട്. പ്രകൃതിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വളരെ മനോഹരമായ നോവൽ ശ്രമിച്ചിട്ടുണ്ട്. ചന്ദ്രനും ഭാസ്കരനും നളിനിയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ഉപ്പൂപ്പൻ എന്ന ദൈവം, അവർ കാട് വെട്ടിത്തെളിക്കുമ്പോ, മരങ്ങളെ നശിപ്പിക്കുമ്പോ തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നോ ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന ഉപ്പൂപ്പൻ എന്ന ദൈവം. പക്ഷികൾ ഉപ്പൂപ്പന് മുന്നിൽ പരിദേവനത്തിന്റെ ചിറകടിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാത്ത വെറുമൊരു ശരിയായി പോയല്ലോ താനെന്ന് ഉപ്പൂപ്പൻ സങ്കടപ്പെടുമ്പോൾ കടമുറിക്കപ്പെട്ട ആഞ്ഞിലി മണ്ണിൽ തലതല്ലി. കൂടുകൾ തെറിച്ചു വീണു. കുഞ്ഞുങ്ങൾ ആഞ്ഞിലിക്ക് ചുറ്റിലും മരിച്ചു കിടന്നു. മനുഷ്യരെ ഭയന്ന് കുഞ്ഞുങ്ങൾക്കടുത്തു പോകാതെ പക്ഷികൾ വട്ടമിട്ട് പറന്നു. മൂങ്ങ പക്ഷി മാത്രം ചില്ലകൾക്കിടയിലൂടെ കുഞ്ഞുങ്ങൾക്കടുത്തു വന്നു. അവയുടെ കണ്ണുകളിൽ ജീവചൈതന്യം കാണാതെ അവൾ കരഞ്ഞു.
കാട് മൂകതയോടെ കണ്ണുപൂട്ടി. മരം വെട്ടിയതിന്റെ ക്ഷീണം തീർക്കാൻ നടുനിവർത്തിയ ചന്ദ്രൻ മൂങ്ങാപക്ഷിയെ കണ്ടു. മൂങ്ങാപക്ഷിയുടെ ഇറച്ചി നല്ലതാണെന്ന് കഴിച്ചറിയാവുന്ന അവൻ പതുങ്ങിച്ചെന്ന് അവളെ പിടിച്ചു. ചിറക് വിടർത്താൻ അവൾക്കായില്ല. അവളുടെ കാലിൽ ചൂടുകയർ പിരിച്ച് അരമോത്തിൻ ചെടിയുടെ തണ്ടിൽ അവൻ കൂട്ടിക്കെട്ടി. പക്ഷികൾ ഭീതി കലർന്ന ദുഃഖത്തോടെ അവളെ നോക്കി. കുഞ്ഞുങ്ങളെ തൊട്ടുകിടക്കാൻ അവൾ ചിറകടിച്ചു. രക്ഷപ്പെടാനുള്ള പിടച്ചിലാണെന്ന് കണ്ട് അവൻ ഒരു വള്ളി കൂടി അവളുടെ കാലിൽ കുടുക്കിട്ട് കെട്ടി. പുലർച്ചെ നളിനിയുടെ സ്വപ്നത്തിൽ മൂങ്ങാപക്ഷിയുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞു. നിർത്താതെയുള്ള കരച്ചിൽ അവളുടെ ഉറക്കം ഞെട്ടി. നിലാവിൽ കുളിച്ചു കിടക്കുന്ന പുലരിയുടെ സ്വപ്നമെന്താണെന്ന് മനസ്സിലാവാതെ അവൾ കണ്ണുമിഴിച്ചു കിടന്നു. ചാപ്പയ്ക്ക് മുകളിലൂടെ ഒരു പക്ഷി ചിറകടിച്ച് പറക്കുന്നതിന്റെ ഒച്ച പൊടുന്നനെ അവളുടെ ചെവിയിൽ പതിഞ്ഞു. വളരെ മനോഹരമായി ദൈവത്തിന്റെ വികാരങ്ങളെ, ദൈവത്തിന്റെ വേദനകളെ, മനുഷ്യരുടെ ഭ്രാന്തിനെ, പക്ഷികളുടെ കരച്ചിലിനെ ഒക്കെ രേഖപ്പെടുത്താൻ നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു രചനാശൈലി സംഭാവന ചെയ്യുന്ന പുസ്തകമാണ് മരണവംശം എന്ന് പറയാൻ നമുക്ക് കഴിയും. തീർച്ചയായും മലയാളി വായിക്കേണ്ട, വളരെ സുഖമായി വായിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് മരണവംശം. മാതൃഭൂമി ബുക്സ് ആണ് മരണവംശത്തിന്റെ പ്രസാധകർ. 318 പേജ്, 420 രൂപ വില. തീർച്ചയായും വായിക്കണം PV ഷാജികുമാറിന്റെ മരണവംശം. പ്രിയമുള്ളവരെ, മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നല്ല വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.